request respected Managing Director Mr. Paul J. Aluka and our dear guest Ms. Aishwarya Lakshmi ma'am to unveil the premium collection of diamonds. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി, അതേ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ നിരവധി സിനിമകളിൽ നായികയായ നല്ലൊരു കുട്ടിയാണ്. നല്ല സൗന്ദര്യമുള്ള സുന്ദരിയായ, അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടി, അതെ ഐശ്വര്യ ലക്ഷ്മി. ഐശ്വര്യ ലക്ഷ്മി ഏറെക്കുറെ ഏറിൽ കയറിയ മട്ടാണ്. ഇന്നലെ ഏറ്റവും അധികം റീൽസിൽ കാണാൻ കഴിഞ്ഞത് ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു ഉദ്ഘാടന വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ജോയി ആലൂക്കാസിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമാണ്. ആ ഒരു ഉദ്ഘാടനത്തിന് ഐശ്വര്യ ലക്ഷ്മി വന്നപ്പോൾ ധരിച്ചിരുന്ന ആ ഒരു ഡ്രസ്സ്, അതെ, അതുമായി ബന്ധപ്പെട്ട് കനത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഐശ്വര്യ ലക്ഷ്മിക്കുണ്ടായി. എന്താണ് സംഭവിച്ചത്? ഏറെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. അതെ, ഐശ്വര്യ ലക്ഷ്മി ഒരു ഉദ്ഘാടനത്തിന് വരുന്നു. ഉദ്ഘാടന താരം തന്നെയാണ്. ജോയി ആലൂക്കാസിന്റെ ഈ ഒരു പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കുറച്ച് വെറൈറ്റി ആയി കളയാമെന്ന് കരുതി ഒരു വ്യത്യസ്തമായ ഡ്രസ്സ് ഇടുന്നു. സാധാരണഗതിയിൽ ഉദ്ഘാടന നടികൾ ഈ ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഡ്രസ്സാണ്, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ഇടാറ്. ഇവിടെ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി പുതിയ തരത്തിലുള്ള ഒരു ഡ്രസ്സ്, അതായത് നടുഭാഗത്ത് ഒരു വൃത്തം വരുന്ന രീതിയിൽ, ഒരു ദീർഘവൃത്തം വരുന്ന രീതിയിൽ ഒരു ഡ്രസ്സാണ് ഓൾ ഇട്ടത്. അവിടെ നിൽക്കുന്ന മറ്റുള്ള മോഡൽസ് പോലും അത്തരത്തിൽ ഡ്രസ്സ് ഇട്ടില്ല. അങ്ങനെ ഓൾ ഉദ്ഘാടനം നടത്തുന്നു. അതിന് താഴെ വന്ന കമന്റുകൾ, അതായത് ഒരുപാട് റീൽസുകളുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു 100ഓളം റീൽസുകൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ വ്യൂസും ഉണ്ട്. താഴെ വന്ന കമന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ ശോകമായി തന്തയ്ക്കും തള്ളയ്ക്കും പോലും വിളിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ്. വായിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. പൂരത്തെറി അഭിഷേകം തന്നെ നടത്തിയിരിക്കുന്നു. ഇത് നിലവിളക്ക് കൊളുത്തുന്നത് ഈ രീതിയിലാണോ? ഇതുപോലെ കാണിച്ചിട്ട്, ഇതുപോലെ ഡാഷ് കാണിച്ചിട്ടാണോ നിലവിളക്ക് കൊളുത്തുന്നത്? മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ, ഇവൾക്കൊന്നും നാണമില്ലേ? വീട്ടിൽ ചോദിക്കാൻ ആരുമില്ലേ? ഇത്രയും വൃത്തികേടായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഇവൾക്ക് നാണമില്ലേ? എന്നൊക്കെയുള്ള കമന്റുകൾ എന്ന് വെച്ചാൽ വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും ബാലിശമായിട്ടുള്ള കമന്റുകളാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് ഒരുപാട് ആൾക്കാർ പറയുന്നത് ചീമുട്ട എറിയണം, ഇത്തരം സെലിബ്രിറ്റികളെ ചീമുട്ട എറിയണം, ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഡ്രസ്സ് ഇട്ട് ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരുപാട് പേര് പ്രകോപിതരായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഐശ്വര്യ ലക്ഷ്മിക്ക് വസ്ത്രം ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രം ഇടാം. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള ഈ ഒരു പരിപാടിക്ക്, അതായത് ഐശ്വര്യ ലക്ഷ്മി വന്നിരിക്കുന്നത് ഒരു ഉദ്ഘാടനമാണ്. തിരി കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന, നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നൊരു വേദിയാണ്. അത്തരത്തിലുള്ള പരിപാടിയിൽ കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ വസ്ത്രം ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്തരം ഡ്രസ്സുകൾ ഒഴിവാക്കുക എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ പറഞ്ഞ മറ്റേ ഡാൻസിൻ്റെ പരിപാടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവാർഡ് ദാന ചടങ്ങ്, റാംബു വാക്ക്, അത്തരം കലാപരിപാടികൾക്ക് ഈ പറഞ്ഞ ഡ്രസ്സ് ഉപയോഗിക്കാം. ഈ പറഞ്ഞ ഡ്രസ്സിൽ ആരും കുറ്റം പറയത്തില്ല, ആരും ഒന്നും പറയത്തില്ല. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ബോളിവുഡിലോട്ടോ ഹോളിവുഡിലോട്ടോ പോയി കഴിഞ്ഞാൽ ഇതിലും വളരെ ഇതായിട്ടുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇത്തരം പ്രോഗ്രാമുകളിലും അതിനുശേഷം അവർ പറയുന്ന ഒരു ഡയലോഗ് കൂടെ ഉണ്ട്. അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഈ വഴി വരാറുള്ള ആളാണ്. ഒരുപാട് സന്തോഷം. ഞാൻ എന്താണ് പറയുക, നമുക്ക് അതൊരു ഫീലിംഗ് ആണല്ലോ. നമ്മള് ജനിച്ച് വളർന്ന ഒരു നാട്ടില് ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷന് ക്ഷണിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. ജോസ് ആലുക്കാസും ഞാനും ഇപ്പോൾ നമ്മൾ 2-3 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. വെരി വെരി ഹാപ്പി ടു ബി ഹിയർ. അതായത് നടി തന്നെ സ്വന്തമായിട്ട് പറയുകയാണ്, താൻ അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഏരിയ വരാറുണ്ട്, തൻ്റെ നാടാണ്, താൻ ജനിച്ചു വളർന്ന നാടാണ്, അവിടെയാണ് ഈ രീതിയിലൊരു പ്രോഗ്രാം വന്നത്. അവിടെ വളരെ മോഡേണായിട്ട് വരികയും ഈ രീതി തെറി കേൾക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാക്കി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഒരു കാഴ്ച ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. അതായത് ഈ രീതിയിൽ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്നതിന് ശേഷം സെൽഫി എടുക്കുമ്പോഴത്തേനും അത് പൊത്തിപ്പിടിച്ചിട്ട് സെൽഫി എടുക്കുക. വല്ലാത്ത ജാതികൾ എന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലരെയും കാണാറുണ്ട് ഈ രീതിയിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരിക, അത് പൊത്തിപ്പിടിച്ചതിന് ശേഷം. അതൊരു വല്ലാത്ത കലാപരിപാടിയാണല്ലോ. ചിലർ എന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ഈ പഹയന്മാർ, കാമക്കടവുകളെ ഉദ്ദേശിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അവന്മാരെ തെറി പറയുന്നവരുണ്ട്. അവന്മാർ അങ്ങനെ
എടുത്ത് ഇങ്ങനെ എടുത്ത് അമാരാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. ഇവിടെ അന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ഡ്രസ്സ് ഇനി അനുകരിക്കാൻ നമ്മുടെ ലിച്ചിയും ഹന്നാരാജനും മറ്റ് ഉദ്ഘാടന നടികൾ, പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആരാണ് ഈ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന് അറിയല്ലോ, അവർ തയ്യാറായുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. പോലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കടുക്കാവെള്ളം കുളിച്ച് ഊപ്പാട് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എനിവേ ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതിനോടൊപ്പം ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു 2 വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു തരാം. നോക്കുക, ഭാവന എന്ന് പറയുന്ന നടി കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു ഉദ്ഘാടനം നടത്തിയ ഒരു വസ്ത്രമാണ്. ഒന്നാലോചിച്ച് നോക്കുക, എന്ത് ഡീസൻ്റായിട്ട്, എന്ത് ഡിസിപ്ലിനായിട്ട്, ഇത്രയും ഇതായിട്ട് ധരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആരും ഒരു കുറ്റം പറയുന്നില്ല. അവിടെയും പരിപാടി കാണാൻ ആൾക്കാരുണ്ട്. റീൽസ് ഇതുപോലെ ചിലപ്പം വൈറലാവത്തില്ല. ഇനി മഞ്ജു വാര്യറും ഭാവനയും കൂടെ ഒരുമിച്ച് വന്ന കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ഉദ്ഘാടനം. ഒന്ന് നോക്കുക, കാണാൻ വളരെ ലുക്കുള്ള ശാലീന സുന്ദരമായിട്ടുള്ള ഏത് ഡ്രസ്സ് അണങ്ങുന്ന നടിമാരാണ്. എന്ത് ഡിസിപ്ലിൻ, എന്ത് തറവാടിത്തമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു റീസൺ കൊണ്ട് ഈ മഞ്ജു വാര്യരെ എനിക്ക് പൊതുവെ ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം, അവരുടെ ഒരു പണ്ടൊക്കെ ഇവരെക്കുറിച്ച് പല അപവാദങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ, ഡിസിപ്ലിനാണ്. അവരുടെ വസ്ത്രധാരണം, എല്ലാ പരിപാടിയിലും ഈ മഞ്ജു ചേച്ചി വരുന്നത് വളരെ എന്താ പറയുക, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡിസിപ്ലിൻ അവർ കാഴ്ചവെക്കുന്നുണ്ട്. മറ്റുള്ള നടിമാർക്ക് ഇല്ലാതായി പോകുന്നത് അത് തന്നെയാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് ഈ രീതിയിൽ എക്സ്പോസ് ചെയ്ത് വരാമല്ലോ, പക്ഷെ അവരത് ചെയ്യുന്നില്ല. ഇനി എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വീഡിയോ, അതായത് ബോളിവുഡിലാണ്, നമ്മുടെ മലയാളത്തിലെ അല്ല, നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രേമത്തിൽ. നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് അവിടെ ഒരു സിനിമയുടെ ലോഞ്ചിന് വേണ്ടി പോയപ്പോഴുള്ള ആ ഒരു സീൻ ഞെട്ടലുളവാക്കുന്ന തന്നെയാണ്. അതുകൂടെ നിങ്ങൾ കാണുക. ഒന്ന് ആലോചിച്ച് നോക്കുക, സായി പല്ലവിക്ക് ഇവിടെ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇടായിരുന്നു. അതായത് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടായിരുന്നെങ്കിൽ കൂടുതൽ ഈ ഒരു പ്രോഗ്രാം വൈറലാവും, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും, കൂടുതൽ ആൾക്കാർ ഓളെ ശ്രദ്ധിക്കും എന്നൊക്കെ ഇരിക്കെ ഓളൊന്നും ചെയ്തിട്ടില്ല. വളരെ ഡിസിപ്ലിനായിട്ട് ആലോചിച്ച് നോക്കുക, അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ്. ആ ഒരു പ്രോഗ്രാം അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഡ്രസ്സിങ്ങിൽ ഒരു രീതിയിലുള്ള അത്രയും വലിയൊരു സ്റ്റേജാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഈ പറഞ്ഞ ഇന്ത്യയിലെ തന്നെ പ്രമുഖ താരങ്ങൾ അമീർ ഖാൻ അടക്കമുള്ള സ്റ്റേജിൽ ആരായാലും പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാള നടിമാരവിടെ പോയി നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നടി കാണിച്ചു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ സാമാന്യ ഒരു കോമൺ സെൻസ്, അവരുടെ ഒരു രീതി അവർ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മലയാളത്തിലെ പല നടിമാർക്കും ഒക്കെ ഇല്ലാതായി പോകുന്നത്. ഇവിടെ ഐശ്വര്യ ലക്ഷ്മി നമ്മൾ ഒരു കാര്യത്തിലും കുറ്റം പറയുന്നില്ല, നല്ല നടിയാണ്, നല്ല സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന നടിയാണ്, സുന്ദരിയാണ്, ആ ഡ്രസ്സും അവർക്ക് ഇണങ്ങുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ ഈ രീതിയിൽ ഇട്ടുകൊണ്ട് വരുന്നത് കൊണ്ട് അതത്ര നല്ല സുഖകരമായൊരു ഏർപ്പാടാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഈ രീതിയിൽ തെറി അഭിഷേകം നടത്തുന്നത്. അതിന് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ആളുകൾക്കുണ്ട്. എവിടെ എന്ത് ചെയ്യണമെന്നുള്ളൊരു കോമൺ സെൻസ് പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട് എന്നുള്ളത് ഈ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാണ്. കൂടുതലായി അവരെ ആക്രമിക്കുന്ന കമൻറ്റുകളിലോട്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു രീതി കണ്ടപ്പോൾ എനിക്കും അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഈ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ രീതിയിൽ ഉള്ളൊരു ഡ്രസ്സ് ഒരാൾക്കും അത്ര സുഖകരമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യക്കാർക്ക് അത്ര സുഖകരമായിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.